നമസ്കാരം. ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്നതാണ് ജ്ഞാനയോഗം. ജ്ഞാനയോഗം എന്നാൽ ജ്ഞാനം എന്ന സ്വയാർജിതമായ ജന്മസിദ്ധമായ അറിവിനെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണുന്ന മായാലോകത്തിലെ അനുഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിച്ച് ഒരു യോഗത്തിലേക്ക് പോകുന്നതിൻ്റെ പേരാ ജ്ഞാനയോഗം. ജ്ഞാനയോഗം വളരെ അത്യാവശ്യം ഒന്നാണ്. കാരണം മനുഷ്യന് മാത്രമാണ് മനസ്സ് എന്നുള്ളത്. ആ മനസ്സിന്റെ 4 തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉപയോഗിച്ച് നമ്മുടേതായ അറിവിന്, അതായത് ഇതിന് ശരിക്കും പറഞ്ഞാൽ സെൽഫ് റിയലൈസേഷൻ, ഉള്ളിലേക്ക് നോക്കി അനുഭവിക്കുന്ന അറിയുന്ന അറിവുകളെയാണ് ജ്ഞാനയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ജ്ഞാനയോഗത്തിന് പ്രധാനമായിട്ട് വേണ്ടത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത് 4 തൂണുകളാണ്. ഈ 4 തൂണുകളെയും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒന്ന് വിവേകം, രണ്ടാമത്തത് വൈരാഗ്യം, മൂന്നാമത്തത് സത്സമ്പത്ത്, നാലാമത്തത് മുമുക്ഷ. അപ്പൊ ഇതില് ആദ്യം വിവേകമായ ബുദ്ധി വേണം എന്ന് പറയും. ഈ വിവേക ബുദ്ധി എന്ന് പറയുന്നത് ഏതൊന്നിനെയും വിശകലനം ചെയ്യാനുള്ള മനസ്സിന്റെ ഭാവം. അതിലേക്ക് നമ്മൾ പോകണം. 2 വൈരാഗ്യം, നമ്മൾ അതിനെ എങ്ങനെയാ അതിനെ നേടിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവിലേക്ക് പോകണം. അടുത്ത സത്സമ്പത്ത്, അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ 6 വിധമായ സമ്പത്തുക്കളെ സ്വരൂപിക്കണമെന്ന് പറയും. അതായത് ക്ഷമ, ദമ, ഉപാരതി, ദിദീക്ഷ, ശ്രദ്ധ, സമാധാനം. ഇങ്ങനെ ആ 6നെയും നമ്മൾ സമ്പാദിക്കണം. അതിലൂടെ മുമുക്ഷത്വ, ഇത് നമ്മൾ സമാധി എന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ധ്യാനം എന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് പഠിപ്പിക്കും. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾ നേടിക്കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനസ്സുള്ള ഒരു ജീവി അടുത്ത 3 തലങ്ങളിലേക്ക് അത് അഭ്യാസം ചെയ്യേണ്ടതാണ്. ഇത് ഇത്രയും മനസ്സിലാക്കി മനസ്സിനെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത അതിന്റെ ട്രെയിനിങ് പാർട്ട് എന്ന് പറയുന്നതിലേക്ക്, അതായത് അതിനെ അഭ്യസിക്കാൻ വേണ്ടിയുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകും. അപ്പൊ അഭ്യാസ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിനകത്ത് വരുന്നത് ശ്രവണം, മനനം, നിത്യാസനം, ഇത്രയും നമുക്കുണ്ടാകും. അതായത് നിധിത്യാസനം എന്ന് പറയും. അതായത് ശ്രവണം വേണം, മനനം വേണം, നിധിത്യാസനം വേണം. അതായത് എന്തുകൊണ്ട് നമ്മൾ എന്തിനേയും ശ്രവിക്കുകയും അതിനെ മനനം ചെയ്യുകയും അതിനെ നിത്യം അഭ്യസിപ്പിക്കുകയും ചെയ്യണം. ഇതാണ്. ഇപ്പൊ മനം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാത്തെയും കാണുന്നു, കേൾക്കുന്നു, ഇതൊന്നിനെയും നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ റിയലൈസേഷൻ എന്ന ആ ഒരു ഭാഗത്തേക്ക്, തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതാണ് ജ്ഞാനയോഗം. യോഗവിദ്യകൾ പലതാ. അതായത് ജ്ഞാനയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, ക്രിയായോഗമുണ്ട്, കുണ്ടലിനി യോഗമുണ്ട്, ചക്രയോഗമുണ്ട്. ഇങ്ങനെ ഒരുപാട് യോഗവിദ്യകൾ ഇരിക്കുന്നു. എന്ത് യോഗവിദ്യകൾ ഇരുന്നാലും ആ യോഗവിദ്യകൾക്കെല്ലാം പ്രധാനം ജ്ഞാനയോഗം എന്ന ഒരു വിദ്യയാണ്. അപ്പൊ ജ്ഞാനത്തെ ഉണർത്തുക, അതായത് തേടൈ എന്ന് നമ്മൾ സാധാരണ ഇപ്പൊ ആളുകൾ പറഞ്ഞു നടക്കുന്ന ഒരു സാധനമാണ്. അതായത് 3ാം കണ്ണ്, അതിന്റെ പേര് ജ്ഞാനക്കണ്ണെന്നാണ്. ആ ജ്ഞാനത്തെ തുറന്ന് അതിലേക്ക് പോകാനുള്ള വഴി എല്ലാ മനുഷ്യരും പഠിച്ചിരിക്കണം. കാരണം ഒരു മനുഷ്യനായാൽ ആദ്യം മനസ്സിനെ കൺട്രോൾ ചെയ്ത് പഠിക്കാനുള്ള ആദ്യത്തെ മെത്തേഡായത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഗുരുവിന്റെ കീഴിൽ ഇത് അഭ്യസിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ വിവേക ബുദ്ധിയും ഈ ശ്രവണവും നിധിത്യാസനവും എല്ലാം ഉണ്ടാകട്ടെ എന്നും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ സത്സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും തയ്യാറാവണം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അല്ലെങ്കിൽ ഇതിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വിവരങ്ങളെ തിരക്കാവുന്നതാണ്. ബാക്കി നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. പലരും എന്നോടൊക്കെ ചോദിക്കാറൊന്നും പെട്ടെന്ന് ഉത്തരം തന്നില്ല എന്നൊക്കെ. അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത്. തിരക്കുള്ള ഒരു വ്യക്തിയാകുന്നത് കൊണ്ട് അത് നോക്കി എനിക്ക് സമയം കിട്ടുമ്പോൾ ഒരു ഉത്തരം തരാനേ കഴിയൂ. എന്തായാലും അങ്ങനെ സംശയം വെപ്രാളമുള്ളവരെന്തായാലും വിളിച്ചു ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തായാലും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും
ഒരിക്കൽ കൂടി ഒരു നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് കാണും വരെ ഏവർക്കും നമസ്കാരം.